ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് 2 ടയർ vanstraw കേക്കാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. നോക്കാം. അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം. 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ ആവാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്ത് ഇതുപോലെ പൊങ്ങി വന്നാൽ അതിലേക്ക് ഷുഗർ പൗഡർ കുറേശ്ശെ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പാലും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 8 ഇഞ്ചിൻ്റെ പാന് ഗ്രീസ് ചെയ്ത് വെച്ചിരുന്നു. അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് ഒരു 30 to 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് 2 എഗ്ഗ് വെച്ചിട്ട് വാനില കേക്ക് ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ കുറച്ച് ബേക്കിംഗ് സോഡയും നന്നായിട്ട് അരിച്ചെടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗ് നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ പൗഡർ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പാലും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്നു. അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് ഒരു 20 to 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തത് സ്ട്രോബെറി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ ആവാൻ മിക്സ് ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം.
ബീറ്റ് ചെയ്ത് ഇതുപോലെ പൊങ്ങി വന്നാൽ അതിലേക്ക് 1/2 കപ്പ് ഷുഗർ പൗഡർ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പാലും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് സ്ട്രോബെറിയുടെ എസൻസ് 3 ഡ്രോപ്പ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 8 ഇഞ്ചിൻ്റെ പാനിലേക്ക് ബാറ്റർ ഒഴിച്ച് വെച്ച് നമുക്ക് സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഷുഗർ പൗഡർ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. എഗ്ഗ് നന്നായി ബീറ്റായി വന്നാൽ അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ 3 ഡ്രോപ്പ് സ്ട്രോബെറി എസൻസ് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് കുറേശ്ശെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പാലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 6 ഇഞ്ചിൻ്റെ പാനിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ ടാപ്പ് ചെയ്ത് പ്രീഹീറ്റ് ചെയ്ത് പാനിലേക്ക് 20 to 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വാനില കേക്കും സ്ട്രോബെറി കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വാനില കേക്ക് 2 ലെയറായിട്ടും സ്ട്രോബെറി കേക്ക് 2 ലെയറായിട്ടും കട്ട് ചെയ്തെടുക്കാം. ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾക്ക് അതിൽ നിന്ന് പകുതി വേറൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് സ്ട്രോബെറി എസൻസ് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് ബോർഡുമ്പോൾ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ വാനില കേക്ക് വെച്ച് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. വാനില കേക്കുമ്പോൾ സ്ട്രോബെറി ക്രീം കൊണ്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം.
അതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ സ്ട്രോബെറി കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി തേർഡ് ലെയർ വാനില കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. സ്ട്രോബെറി ക്രീം കൊണ്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ലാസ്റ്റ് ലെയർ സ്ട്രോബെറി കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ വാനില ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് 2 എഗ്ഗ് വെച്ചുള്ള വാനില കേക്കും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. സ്ട്രോബെറി ക്രീം കൊണ്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറി കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് വാനില ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വാനില കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്ട്രോബെറി ക്രീം കൊണ്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറി കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വാനില ക്രീം കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എല്ലാ ലെയറും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. ഒരു റോസ് വിപ്പിംഗ് ക്രീം വെച്ചാണ് ഞാൻ കവർ ചെയ്തെടുക്കുന്നത്. നമ്മുടെ കവർ ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സ്റ്റാർ നോസിൽ വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്.
നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ ഈ ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഷുഗർ പാർട്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഡെക്കറേറ്റിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ബായ്. അസ്സലാമു അലൈക്കും.